ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹെലൻ ഓഫ് ഹാപ്പിനെസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു റിയാക്ടിങ് വീഡിയോ ആയിട്ടാണ്. കാരണം എനിക്ക് ഈ ഇടയ്ക്ക് ഒരു ലൈവ് ഇട്ടപ്പോൾ ഒരു കമൻ്റായിട്ട് ഒരു ചേട്ടൻ കമൻ്റ് ഇട്ടു. ചേട്ടനെ വിളിക്കണ്ട പോട്ടെ, എങ്കിലും അയാൾ ഒരു കമൻ്റ് ഇട്ടു. അതാണ് ഇതിന് ഈ വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം. എന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ലെന്ന് ഞാൻ പറയില്ല, എന്നാലും ഞാനാണ് ചാനൽ നടത്തുന്നത്. അപ്പം ലൈവിൽ കയറിയാലും പല ഞരമ്പ് രോഗികൾ വന്ന് പല വൃത്തികേടും പറയും. അതുകൊണ്ട് അവരെ റിപ്പോർട്ട് ചെയ്യാന്നല്ല, നമുക്ക് വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ അത് ചെയ്യുക. അത് കൂടാതെ നമ്മുടെ ലൈവിൽ കമൻ്റായിട്ട് വീണ്ടും വീണ്ടും ഇടുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒരാൾ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇട്ടതാണ്. ഞാൻ ഇടയ്ക്ക് എൻ്റെ ലൈവൊക്കെ തുടങ്ങുമ്പം ഇടയ്ക്കെന്നല്ല മിക്കപ്പോഴും തുടങ്ങുന്ന ഇങ്ങനെയാണ്: ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ തിരക്കിലാണോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ വേറെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പം അതിന് വന്നൊരു കമൻ്റാണ്, നിൻ്റെ അമ്മയുടെ 2ാം കല്യാണത്തിൻ്റെ തിരക്കാണെന്ന്. അപ്പോൾ ഈ തെണ്ടി എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ കമൻ്റ് ഇട്ടേക്കുന്നത് സന്തോഷ് റാവു നാരായണൻ എന്നുള്ളൊരാളാണ്. അപ്പോൾ എനിക്കറിയാൻ പറ്റും ഇയാൾ 2-3 കമൻ്റ് ഇപ്പോൾ ഇട്ടു. അപ്പം എനിക്ക് തോന്നി ഇതിന് ഒരു വീഡിയോ ചെയ്യണമെന്ന്. കാരണം എന്നെ എന്നെ പറയാൻ നമുക്ക് ലൈവിൽ കാണാമെന്നുള്ള പോട്ടെ. ഇനി വീട്ടിലിരിക്കുന്നവരെ പറയേണ്ട കാര്യം എന്താ? ഇവന്മാർക്ക് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഞാൻ നിങ്ങളുടെ അമ്മയ്ക്ക് കല്യാണം ആലോചിച്ചോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെന്താണ് നിങ്ങളുടെ ഉദ്ദേശം? നാണമുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാം? പബ്ലിക്ക് വന്നിട്ട് ഇങ്ങനെ കമൻ്റ് ഇട്ടാൽ എന്തായാലും വലിയ ഹീറോ ആണെന്നാണോ വിചാരം? അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ട് നിങ്ങൾ വലിയ ഹീറോ ആണെന്നാണോ വിചാരം? ഞാൻ നിങ്ങളുടെ അമ്മയ്ക്ക് 2ാം കല്യാണത്തിന് ആലോചിച്ചിട്ട് അങ്ങോട്ട് വന്നോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് എൻ്റെ ലൈവ് വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് കാണാതിരിക്കാം? അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളോട് ഞാൻ നിർബന്ധിച്ചൊന്നുമില്ലല്ലോ എൻ്റെ ലൈവ് എടുത്ത് കാണണമെന്നൊന്നും. എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് സപ്പോർട്ടുണ്ട്, അവരുടെ സപ്പോർട്ടും സ്നേഹവും മതി. ഇങ്ങനെയുള്ള ജനപന്മാരുടെ ഒന്നും വേണ്ട. സ്വന്തം അച്ഛനെയും അമ്മയും ഇല്ലെങ്കിൽ പെങ്ങളെ ആരെയായാലും അവരെ ബഹുമാനിക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ അവരെ വിലയില്ലാത്തവന്മാരാണ് ഇങ്ങനെ വന്ന് വൾഗറായിട്ട് മെസ്സേജ് അയക്കുക. അല്ലാതെ ഇങ്ങനെ അമ്മയ്ക്ക് വിളിക്കുന്നതും അച്ഛനെ വിളിക്കുന്നതും കല്യാണം ആലോചിക്കാൻ വരുന്നതൊക്കെ കേട്ടോ. അപ്പം നീ വലിയ ഹീറോ ആണെന്നൊന്നും നീ വിചാരിക്കേണ്ട. ഇനി ഇങ്ങനെ മെസ്സേജ് ഇട്ടുന്നാലും ഞാൻ എന്തായാലും ഇപ്പം ഇതൊരു തുടക്കമാവട്ടെ എന്ന് വിചാരിക്കുന്നു. കാരണം അങ്ങനെ അതൊന്നും കേട്ട് നിൽക്കി സഹിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അതൊക്കെ പണ്ടത്തെ കാലം. ഇപ്പം അങ്ങനെയല്ല. ഇന്നത്തെ പെൺകുട്ടികളെല്ലാം ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പം എല്ലാം വായിച്ച് കേട്ട് ഇരിക്കുക. അത് ആസ്വദിച്ചാണല്ലോ കമൻ്റ് ഓരോന്ന് ഇടുന്നത്. ആ ഒരു ഇതും തിരിച്ചും കിട്ടണ്ടേ, നിങ്ങൾക്കും വേണ്ടേ? അപ്പോൾ അതുകൊണ്ട് ഇനി എൻ്റെ അച്ഛനെയോ എൻ്റെ അമ്മയോ ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ട കാര്യമൊന്നും നിനക്കില്ല. നീ നോക്കാൻ വരുമോ വേണ്ട. ഓക്കെ, മൈൻഡ് ഇറ്റ്. പിന്നെ എൻ്റെ അമ്മയ്ക്ക് കല്യാണം ആലോചിക്കാൻ നീ ആരാ? നീ പോയി നിൻ്റെ അമ്മയ്ക്ക് ആലോചിച്ച് വേറൊരു കല്യാണം നടത്തി കൊടുക്കും. അപ്പം അതെന്നല്ല എന്താ, നീ അപ്പോൾ ഹീറോ ആവും. കാരണം നിൻ്റെ അമ്മയുടെ 2ാം കല്യാണം നടത്തുന്ന മകനായിട്ട് നിനക്ക് ഹെഡ്ലൈൻ ആവാലോ. ഓക്കെ, സോ നീ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നോക്ക്. അല്ലാതെ മറ്റുള്ളവരുടെ ഇതിൽ വന്നിട്ട് ചൊറിയാൻ നിൽക്കുന്ന സ്വഭാവം നല്ലതല്ല. അതുകൊണ്ട് ഇതൊരു തുടക്കമാവട്ടെ. ദിസ് വീഡിയോ ഫോർ യു. ഓക്കെ. സന്തോഷ് റാവു നാരായണൻ എന്നാണ് അതിൽ എൻ്റെ പ്രൊഫൈലിൽ വന്നേക്കുന്നത്. അവൻ ഏതവനായാലും ഓക്കെ. പിന്നെ ഇത്രയേ ഉള്ളൂ. എനിക്ക് കുറേ പറയണമെന്നുണ്ട്, പക്ഷേ എനിക്ക് പബ്ലിക്കായിട്ട് അതങ്ങനെ പറയാൻ കുറച്ച് മടി. എന്നാൽ ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം എഴുതില്ല. അപ്പോൾ നിൻ്റെ വീട്ടിലെ അമ്മയുടെ കല്യാണം കഴിപ്പിച്ചിട്ട് നീ വാ. ഓക്കെ, നീയും ഒരു അമ്മയുടെ വീട്ടിൽ നിന്ന് തന്നെയാണേ വന്നത്. അതോ പൊട്ടിമുളച്ചൊന്നും അല്ലല്ലോ. അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നിനക്കൊരു അമ്മയും ഉള്ളതാണ്, അല്ലാതല്ലല്ലോ. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് സ്വന്തം അമ്മയെ ബഹുമാനിച്ചില്ലെങ്കിലും മറ്റുള്ളവരുടെ അമ്മയെ പറയാനുള്ള ലൈസൻസ് ഒന്നും നിനക്കില്ല. ഓക്കെ. അപ്പോൾ ഈ കമൻ്റ് ഇട്ടവനുണ്ടല്ലോ സന്തോഷ് റാവു നാരായണൻ, അപ്പം നിനക്കുള്ള മറുപടി ഞാൻ തന്നല്ലോ. നിനക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സന്തോഷ് റാവു നാരായണൻ, ഒന്നുകൂടെ എടുത്ത് പറയുവാണ്. നിൻ്റെ അമ്മയുടെ 2ാം കല്യാണം നടത്താതിരിക്കുമോ നിൻ്റെ ഇഷ്ടം. എൻ്റെ ഇതിൽ വന്ന് നീ ഒന്നും ആലോചിക്കേണ്ട. ഓക്കെ, അതിന് ഞാനിവിടെ ഉണ്ട്. ഓക്കെ, എൻ്റെ വീട്ടിലെ കാര്യം നോക്കാൻ എനിക്കറിയാം. നീ വന്ന് ഭരിക്കേണ്ട. നീ നിൻ്റെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതി. ഓക്കെ, ബൈ.